വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഒറിജിനൽ കേരള ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വരുന്നത്? ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓൺഷിപ്പ് ആണ്, GT ആണ്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. നമ്മൾ ക്യാപ്സിൽ ഒരു 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത് എൻജിൻ ആണ്. പിന്നെ 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി വരുന്നത്. ക്രൂസ് കൺട്രോൾ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സോ നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ, അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞ പോലെ വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല. അതായത് 10 ലക്ഷം ബഡ്ജറ്റിൽ നമുക്കൊരു ഓഫ് റോഡർ എന്ന് പറയാം. അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 14,000 കിലോമീറ്റർ. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 1 ലാഖിലൊക്കെ 1 ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. മേജർ ആക്സിഡന്റ് ക്ലെയിമുകൾ ഒന്നും തന്നെ ഒന്നുമില്ല. ഇത് നമുക്ക് ഒരു 50 സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് പെർഫോമൻസ്, മൈലേജ്, സേഫ്റ്റി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ പറയാം. രജിസ്ട്രേഷൻ വരുന്നത് HTX+ ഡീസൽ IMT ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും ലോ കിലോമീറ്റർ 17,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വീണ്ടും നമുക്ക് ലോ കിലോമീറ്റർ ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന IMT ഗിയർ ബോക്സ് പറയുമ്പോൾ ഓട്ടോമാറ്റിക് വാഹനം പോലെ കൊണ്ടു നടക്കാം. അതായത് ക്ലച്ച്ലെസ് ആണ്. സോ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് കൊണ്ടു നടക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് നല്ല പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ട് ഗിയർ ചേഞ്ച് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, റിയർ AC വെന്റ് വരുന്നുണ്ട്. 7 സീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക് വിത്ത് പനോരമിക് സൺറൂഫ് ആണ്. പ്രത്യേക ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി ഡീസൽ ഓട്ടോമാറ്റിക് നിലവിൽ പനോരമിക് സൺറൂഫ് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കായി കുട്ടികൾക്കൊക്കെ പനോരമിക് സൺറൂഫ് വേണമെന്നുള്ളവർക്ക് ലോ കിലോമീറ്ററിൽ 7 സീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വിത്ത് പനോരമിക് സൺറൂഫ് കൂടിയിട്ടുള്ള ഒരു അൽക്കസാറാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. നല്ല ക്വാളിറ്റിയുള്ള SUV അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റിയും ലോ കിലോമീറ്ററും വാറണ്ടിയിൽ പുതിയ വാഹനങ്ങൾ എടുക്കുന്നത് പോലെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു കിടിലം ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളിന്ന് ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് ക്രെറ്റ, സെൽട്ടോസ്, ടൈഗുൺ, അതേപോലെ ഓഫ് റോഡ് നോക്കി ജിംനി, 7 സീറ്ററുകളുടെ നല്ലൊരു കളക്ഷൻ. US ബ്രാൻഡ് നോക്കുന്നവർക്ക് ജീപ്പ് കോമ്പസ്, അങ്ങനെ ഒത്തിരി നല്ല വെറൈറ്റി SUV കളക്ഷൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ലോ കിലോമീറ്ററിൽ മാക്സിമം നമുക്ക് ഫണ്ടിങ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് നമ്മുടെ ക്യാപ്സിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടെ എന്നുള്ളത് ജഫ്ന തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. നമ്മൾ ക്യാപ്സിൽ ഒരു 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത് എൻജിൻ ആണ്. പിന്നെ 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി വരുന്നുണ്ട്. അതായത് 1 ഇയറിനുള്ളിൽ നമുക്ക് തന്നെ തിരിച്ചു കൊടുത്തരാണ്. നമ്മളതായിട്ടുള്ള വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചു കൊടുത്തരാണെങ്കിൽ ഒരു 20% ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ചെടുക്കും വേണ്ടി. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരും. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അതാണ് നമുക്ക് ലോ കിലോമീറ്ററിൽ ലോ മെയിൻസിൽ നല്ല ക്വാളിറ്റി ഉള്ള SUV കാണുന്നുണ്ടെങ്കിൽ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട, ഫുള്ള് കാണുക. നല്ല വെറൈറ്റി കളക്ഷൻസ്, അത് നമുക്ക് ലോ കിലോമീറ്റർ നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുൾ ബ്ലാക്കിൽ ഒരു തെറ്റ് അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഫാൻസി നമ്പറും അത്യാവശ്യം ടയേഴ്സും വെൽ മെയിൻറ്റൈൻഡ് വിത്ത് നമുക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ക്രെറ്റ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലാണ്. വെറും 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. SX ഓപ്ഷണൽ, ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ. അപ്പോൾ നമുക്ക് പനോരമിക് സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, ക്രൂസ് കൺട്രോൾ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സോ നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ, അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞ പോലെ വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15,75,000. ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 2 ലാഖ് ഒക്കെ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 18,000 കിലോമീറ്റർ ആണ്, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. അതും ഓട്ടോമാറ്റിക്കിൽ മാക്സിമം ട്രാക്ക് ഒക്കെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ വാങ്ങി ഇറക്കാം. ഇനി സെയിം സെഗ്മെന്റ് തന്നെ നമുക്ക് സെൽട്ടോസ്, അതും നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്ക് സൺറൂഫ് കാര്യങ്ങളും ഡോൾട്ടൂണൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന HTX+ ഡീസൽ IMT ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും ലോ കിലോമീറ്റർ 17,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വീണ്ടും നമുക്ക് ലോ കിലോമീറ്റർ ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന IMT ഗിയർ ബോക്സ് നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം പോലെ കൊണ്ടു നടക്കാം. അതായത് ക്ലച്ച്ലെസ് ആണ്. സോ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് കൊണ്ടു നടക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് നല്ല പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ട് ഗിയർ ചേഞ്ച്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, റിയർ AC വെന്റ് വരുന്നുണ്ട്, അതേപോലെ ടച്ച് സ്ക്രീൻ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ IMT ആണ്. ഡീസലിൽ നമുക്ക് IMT ഗിയർ ബോക്സിൽ മൈലേജും പെർഫോമൻസും എന്നാൽ നമുക്ക് വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. ഇത് എത്ര ചോദിക്കുന്നത്? 14,90,000. 14,90,000. ഏകദേശം നമുക്കൊരു 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത തവണ നമുക്ക് റെയർ ആയിട്ടുള്ള ഈ ഒരു മാരുതിന്റെ ജിംനി
ശരിക്കും നമുക്കൊരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയിൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു SUV ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഒതുങ്ങിയ ഈവൻ നമുക്ക് ലേഡീസിന് വരെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഐറ്റാണ് ഈ ഒരു വാഹനം. അതും വൈറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന മാരുതി സുസുക്കി ജിംനി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 മോഡൽ 25 രജിസ്ട്രേഷനിൽ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിൽ, പെട്രോളിൽ, മാനുവൽ. സോ നല്ല കംഫർട്ടുമാണ്. അതേപോലെ ഓഫ് റോഡിൽ നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വെറും 12,000 കിലോമീറ്ററോ 14,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് സീറ്റ ഓപ്ഷൻ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ടയേഴ്സ് ഒക്കെ ഒരു അപ് ടു 90-95% ടയേഴ്സ് വരുന്നുണ്ട്. നല്ല നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നിട്ടുള്ളൊരു വാഹനം അല്ല. ഇത് എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് 10,80,000. 10,80 അല്ലേ? അതായത് 10 ലക്ഷം ബഡ്ജറ്റിൽ നമുക്കൊരു ഓഫ് റോഡർ എന്ന് പറയാം. അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 14,000 കിലോമീറ്റർ. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 1 ലാഖിലൊക്കെ 1 ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. അതും 14,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതും നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി, നമുക്ക് അത്രയും ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. ഇങ്ങനെ നമുക്ക് വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ്, സിൽവർ ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡലിൽ HTX ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്, 40 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. ഇത് നമുക്ക് 40,000-50,000 താഴെയാണ് കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, റിയർ AC വെന്റ്, അതേപോലെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റീയറിംഗ് മോഡ് കൺട്രോൾസ്, കമ്പനി അലോയ്സ്, അതേപോലെ അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്നുണ്ട്. സോ നമുക്ക് നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണോ ഓൺഷിപ്പ്? എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 14,50,000. 14,50. ഏകദേശം ഒരു രൂപ 1.5 രൂപ ഉണ്ടെങ്കിൽ 1.5 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. സേഫ്റ്റി, പെർഫോമൻസ്, കൂടെ തന്നെ വൈറ്റ് ഫിനിഷിങ്ങിൽ നല്ലൊരു SUV നോക്കുന്നവർക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനമാണ് Volkswagen Taycan. അത് വൈറ്റ് ഫിനിഷിംഗ് ആണ്. ടയേഴ്സൊക്കെ നോക്കുന്നത് നമുക്ക് അപ് ടു ഒരു 95 തന്നെ പറയാം. തീരെ ഓടിയ ഓരോ പിന്നെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലിൽ 23 രജിസ്ട്രേഷൻ വരുന്ന ടോപ്പ് ലൈൻ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വരുന്നത്. ഓക്കെ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല ക്വാളിറ്റി അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വാഹനം. അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ടയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം 100% ടയേഴ്സ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ക്ലൈമുകളൊന്നും തന്നെ ഒന്നുമില്ല. ഇത് നമുക്ക് ഒരു 50 സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് പെർഫോമൻസ്, മൈലേജ്, സേഫ്റ്റി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ പറയാം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 11,90,000. 11,90. അതൊരു ബഡ്ജറ്റ് പ്രൈസ് തന്നെയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഏകദേശം 1 ലാഖ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ജീപ്പ് കോമ്പസ് ആണ്. US ബ്രാൻഡിലൊക്കെ നമുക്കൊരു SUV വേണമെന്നുള്ള ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഡീസൽ തന്നെയല്ലേ വരുന്നത്? ഡീസൽ മാനുവലാണ്. അത്യാവശ്യം 18-20 മൈലേജും കിട്ടും. എന്നാൽ നല്ല ബോഡി ക്വാളിറ്റി, പെർഫോമൻസ്, സേഫ്റ്റി എല്ലാം കൺസിഡർ ചെയ്യുന്നവർക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇന്ത്യയിലൊക്കെ നോക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് തന്നെ വരുന്ന ഒരു ഡുവൽ ടൂളിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മോഡലിൽ ഡീസൽ മാനുവൽ ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ഓഫർ പ്രൈസ് ഇട്ടാണ് ഇപ്പം ക്യാപ്സ് ചോദിക്കുന്നത്. 10,35,000 ഒരു ഫൈനൽ പ്രൈസിലാണ് കൊടുക്കുന്നത്. അതായത് 10 ലക്ഷം ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു SUV, അതും നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സോ അത്യാവശ്യം മൈലേജും ലോ കിലോമീറ്റർ നമുക്ക് ഈ ഒരു ഡീസൽ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ലോ കിലോമീറ്റർ തന്നെ പറയാം അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 1 ലാഖ് ഒക്കെ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. നേരത്തെ നമ്മളൊരു 3rd ജനറേഷൻ ക്രെറ്റ നമ്മൾ ബ്ലാക്കിലാണ് തുടങ്ങിയത്. ഞാനൊരു വൈറ്റ് വേണം എന്ന് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്ന വിത്ത് പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു ക്രെറ്റ വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡൽ SX ഓപ്ഷൻ തന്നെ വരുന്നത്. 44,000 പെട്രോൾ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓൺഷിപ്പ്. അപ്പോൾ സിംഗിൾ ഓൺഷിപ്പ് ആണ്. 44,000 കിലോമീറ്റർ വിത്ത് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. പനോരമിക് സൺറൂഫ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സീറ്റ് വെന്റിലേഷന്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സെഗ്മെന്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. അതും 44,000 കിലോമീറ്റർ, 21 മോഡൽ. എത്രയായിരുന്നു ഈ വാഹനത്തിന്? 13,90,000. 13,90. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇതേപോലെ ഒരു 1.5-2 സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഈ 2 വാഹനങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണ്. വീണ്ടും അഗെയിൻ നമ്മളൊരു Volkswagen Taycan തന്നെയാണ്. അല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന വൈറ്റ് ഫിനിഷിങ്ങിലുള്ള അടിപൊളി വാഹനം. ഇത് GT ലൈനാണ് വരുന്നത്. സോ GTയിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് വിത്ത് സേഫ്റ്റി കൂടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വാഹനം. അപ്പോൾ വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 മോഡലിൽ വെറും 14,000 കിലോമീറ്റർ ഓടിയ GT ആണ്. പെട്രോളിൽ മാനുവൽ, സിംഗിൾ ഓൺഷിപ്പ്. അപ്പോൾ പെർഫോമൻസിന് പെർഫോമൻസും ഉണ്ട്. കൂടെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് പറയാനുള്ളത് വെറും 14,000 കിലോമീറ്റർ
മാത്രം ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ? മോഡൽ പറഞ്ഞ 2024 മോഡലാണ്. മോഡലുണ്ട്, ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. പ്ലസ് നമുക്ക് GT ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഡീസലിന്റെ പെർഫോമൻസ് നമുക്ക് ഇതിന് കിട്ടുന്ന ആ ഒരു പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം അല്ല. സിംഗിൾ ഓൺഷിപ്പ് ആണ്, GT ആണ്, 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം, അതും 24 മോഡൽ. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് 12,25,000 ചെയ്യാം. 12,25,000 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങാം. ഞാൻ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്, ഒരു പൊളി വാഹനം. അത് നമുക്കൊരു വെറൈറ്റി കളർ, ഒരു യുണീക്ക് ആയിട്ടുള്ള കളർ വിത്ത് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ടൈഗുണാണ്. സോ ടയേഴ്സ് ഒക്കെ നമുക്ക് അപ് ടു 95% ടയേഴ്സ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, പ്രൊജക്ടഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു ടൈഗുൺ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലിൽ ടോപ്പ് ലൈൻ ആണ്. 40 സംതിങ് കിലോമീറ്ററിന് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒരു എക്സ്റ്റീരിയറും ഇന്റീരിയറും നോക്കി നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പുതിയൊരു വാഹനം ഇറക്കുന്ന അതേ ഫീൽഡിൽ നമുക്ക് ഇറക്കാൻ പറ്റും. സോ നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കുകയും ചെയ്യാം. ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് ലൈൻ വാഹനമാണ് വരുന്നത്. എത്രയായിരുന്നു ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 12,40,000. 12,40,000. ഇത് ഏകദേശം 1.5 രൂപ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ നല്ല പെർഫോമൻസും പ്ലസ് നമുക്കൊരു 7 സീറ്റർ കൂടി നോക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹുണ്ടായുടെ അൽക്കസാർ. സാധാരണ നമുക്ക് നല്ല അതും ഫുൾ ബ്ലാക്ക് തന്നെ വരുന്ന ഒരു വാഹനമാണ്, വിത്ത് പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് പ്ലാറ്റിനം ഓപ്ഷണലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത് 52,000 കിലോമീറ്റർ. യെസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 7 സീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക് വിത്ത് പനോരമിക് സൺറൂഫാണ്. അത് പ്രത്യേക ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി ഡീസൽ ഓട്ടോമാറ്റിക് നിലവിൽ പനോരമിക് സൺറൂഫ് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കായി കുട്ടികൾക്കൊക്കെ പനോരമിക് സൺറൂഫ് വേണമെന്നുള്ളവർക്ക് ലോ കിലോമീറ്ററിൽ 7 സീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വിത്ത് പനോരമിക് സൺറൂഫ് കൂടിയിട്ടുള്ള ഒരു അൽക്കസാറാണ്. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത്? 17,25,000. 17,25,000. ഏകദേശം നമുക്ക് ഒരു 2 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 lakh ഒക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. എഗെയിൻ വീണ്ടും സെൽട്ടോസ് ആണ്. സെൽട്ടോസ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെൽട്ടോസ് ക്രെറ്റൊക്കെ നോക്കുന്നവർ നേരെ അങ്ങ് പോന്നാൽ മതി. കാരണം നമുക്ക് പല കളർ ഓപ്ഷനിൽ പല ഓപ്ഷൻസിൽ ലോ കിലോമീറ്ററോടെ ഒത്തിരി വാഹനങ്ങളുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 മോഡലാണ്. പെട്രോൾ IMT 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. HTX പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. സോറി, HTK പ്ലസ്. അതിൽ നമുക്ക് സൺറൂഫ് ഉണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്, ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, റിയർ AC വെന്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ് കാര്യങ്ങൾ വിത്ത് നമുക്ക് IMT ആയതുകൊണ്ട് നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യാന്നുള്ളതാണ്. അതും 23 മോഡൽ വാഹനം അല്ലേ? എത്ര ചോദിക്കുന്നത് ഈ ഒരു വാഹനത്തിന്? ഇതിന് ചോദിക്കുന്ന റേറ്റ് 11,90,000. 11,90,000. അപ്പോൾ അതാണ് ഹൈലൈറ്റ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഒരു ഹൈലൈറ്റ് ഉണ്ട്. കാരണം നമുക്ക് 10 ലക്ഷം 11 ലക്ഷം ബഡ്ജറ്റിൽ നമുക്ക് ഇതാണ് ഒരു IMT ഗിയർ ബോക്സിൽ വിത്ത് 44 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു SUV ആണ്. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? അഗെയിൻ ടൈഗുണാണ്. ടൈഗുണും ഇന്ന് അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടിയുണ്ട്, പല കളേഴ്സ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡൽ 1.5 ആണ്. GT ആണ് വരുന്നത്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. ഇതും നമുക്ക് ലോ കിലോമീറ്റർ ആണ്. സൺറൂഫ് വരുന്നുണ്ട്, ഡുവൽ ടൂൺ ആണ്, നല്ല ഫാൻസി നമ്പർ 666 ഒക്കെ വരുന്ന ഒരു ഇതും അതും GT ആണ്. ഓട്ടോമാറ്റിക് അല്ലായിരുന്നു? GT ഓട്ടോമാറ്റിക് ആണ്. GT മാനുവൽ വേണ്ടവർക്ക് നമുക്ക് ഇവിടെ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? ഇത് കിലോമീറ്റർ പറഞ്ഞാൽ 29,000 കിലോമീറ്റർ, അതും 21 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 15,25,000. 15,25,000. ഏകദേശം നമുക്ക് ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു 1.20 1.5 ഉള്ളിലുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം. ടൈഗുണൊക്കെ പരിചയപ്പെട്ട അതേ ഒരു സെഗ്മെന്റ് വരുന്ന സ്കോഡയുടെ കിടില ഐറ്റാണ് കുഷാക്ക്. അപ്പോൾ ഗ്രേ ഫിനിഷിംഗ് ആണ്, വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന 1.5 DSG ഗിയർ ബോക്സ് വരുന്ന സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് കൂടിയാണ്. സോ നമുക്ക് സ്പോർട്ടി ആയിട്ട് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇത് 52,000 ആണ് കിലോമീറ്റർ ഓടിയ. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മളിവിടെ ക്യാപ്സിൽ ചോദിക്കുന്ന റേറ്റ് 13,90,000. 13,90,000. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്നാൽ നമ്മള് ഒരു GT ലൈൻ്റെ ആ ഒരു സെഗ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? 1.5 DCT ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല പെർഫോമൻസ് ഉണ്ട്. 52,000 ഓടിയിട്ടുള്ളൂ. 2023 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ്. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കും. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വണ്ടിയില്ല. എഗെയിൻ നമ്മളൊരു കുഷാക്ക് തന്നെയാണ്. നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇത് മാനുവലിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ്.
എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലിൽ തന്നെ സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളിൽ മാനുവൽ. അപ്പോൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. നിലവിൽ നമ്മൾ വാഷ് ചെയ്തിട്ടില്ല, ആ ഒരു പൊടി പ്രശ്നങ്ങളുണ്ട്. ബാക്കി ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുഷ്പയുടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. കമ്പനി എൽബിഡി സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്ക് ഇതിൻ്റെ ബോഡി ക്വാളിറ്റി, പെർഫോമൻസ്, മൈലേജ്, അതേപോലെ നമുക്ക് റിയറിൽ AC വെന്റ്, 2 C ടൈപ്പ് ചാർജിങ് പോയിന്റ്സ് വരുന്നുണ്ട്. റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 10,75,000. 10,75. അവർ 10 ലക്ഷം ബഡ്ജറ്റിൽ നല്ലൊരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം. അത് മാനുവലിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഏകദേശം ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാലോ. അതെ, സെയിം കളറിൽ തന്നെ 2022 മോഡൽ ആംബിഷൻ പെട്രോൾ ഓട്ടോമാറ്റിക്കൽ ഒരു വെഹിക്കിൾ ഉണ്ട്. വെറും 10,90,000 ആണ് ചോദിക്കുന്ന റേറ്റ്. 39,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഒരു റെയർ സെഗ്മെന്റ് ആണ് ഇന്നോവ ക്രിസ്റ്റ. അത് ഒറിജിനൽ കേരള. അതിന്റെ ഹൈലൈറ്റ് ആണ് അതിന്റെ കിലോമീറ്റർ ആണ് അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. കിലോമീറ്റർ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. കിലോമീറ്റർ പറഞ്ഞാണ് നിങ്ങൾ അത് തന്നെ വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണല്ലോ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. അത്ര 100% ഗ്യാരണ്ടി കൊടുക്കാം. വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒറിജിനൽ കേരള ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണ് വരുന്നത്? ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏതായിരുന്നു? Z ആണോ? Z ഓട്ടോമാറ്റിക് ആണ് ഇത്. 2.4 Z ഓട്ടോമാറ്റിക്കലി വെറും 11,000 കിലോമീറ്റർ ഓടിയുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. സോ നമുക്ക് ഇത് KL11 രജിസ്ട്രേഷനിൽ തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷനാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കുന്ന റേറ്റ് 29,75,000. അപ്പോൾ ഏകദേശം നമുക്ക് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പോൾ അതാണ് നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈൽ അനുസരിച്ചാണ് ക്രിസ്റ്റയ്ക്ക് ലോഡ് പാസ്സാവുക. ചില കസ്റ്റമേഴ്സിന് വലിയൊരു എമൗണ്ട് ഒന്നും പാസ്സാവില്ല. എന്നാലും അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ്. ടൊയോട്ടന്റെ പൊതു പ്രശ്നമാണ് അല്ലേ? അതെ, പൊതുവെ ടൊയോട്ടയ്ക്ക് ഫണ്ട് പാസ്സായിച്ചിരി കുറവാണ്. അപ്പോൾ അതാണ് നമുക്ക് നല്ല ഒരു ലോ കിലോമീറ്റർ ഫണ്ട് പാസ്സാവും കുറച്ചൊരു പണിയാണ്. എമൗണ്ട് പാസ്സാണ്. പിന്നെ ഇതുകൂടാതെ നമുക്കൊരു ക്രിസ്റ്റ കൂടി ഉണ്ട് വരാൻ. അത് 2019 മോഡലിൽ G4 ആണ്. G4 ഓട്ടോമാറ്റിക് 2.8 ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ വരുന്നത്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു ഗ്രേപ്പ് കളറാണ് വരുന്നത്. വണ്ടി ചെറിയൊരു വർക്കിന് വേണ്ടി പുറത്തു പോയതാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 19,75,000. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് അത്യാവശ്യം നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ നമ്മൾ പരിചയപ്പെട്ടു. ക്യാപ്സിൽ ഇതുവരെ കാണാത്തൊരു കളക്ഷനാണ്. സാധാരണ നമുക്ക് SUV ആണ് കൂടുതൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊതുവെ ഇല്ലാത്തൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് 11,000 കിലോമീറ്റർ ഒറിജിനൽ കേരള, അതും കാലിക്കറ്റ് ഇവിടെ ഇറങ്ങിയ വാഹനമാണ്. സർവീസ് ഉണ്ട്. 11,000 തന്നെ ആകെ 1-2 സർവീസിന് പോകാനായിട്ടുള്ളൂ അല്ലേ? അല്ല, ഇയർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് സർവീസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ലോ കിലോമീറ്റർ ഒരു ക്രിസ്റ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ മിസ്സാക്കേണ്ട, ധൈര്യമായിട്ട് വന്നോളൂ. അതും Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വിത്ത് KL11 രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീഞ്ചന്ത ബൈപ്പാസിലാണ്. ഇതുകൂടാതെ നമുക്ക് വരെ ഒരു പ്രീമിയം ഷോറൂം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പ്രീമിയം കാസ് ഒക്കെ നോക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. പ്രീമിയത്തിൽ നമ്മളടുത്ത് ബെൻസ് വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്, BM വരുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഏത് തരം വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമ്മൾ എഫ്നയുടെ നമ്പറൊക്കെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തത്. കാരണം നമുക്ക് ലോ കിലോമീറ്ററിൽ നല്ല അടിപൊളി വാഹനങ്ങളാണ് ക്യാപ്സിൽ എന്നും ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷനൊക്കെ ഇനി ഗൂഗിൾ ചെയ്താൽ ക്യാപ്സ് കാസ് നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ അവൈലബിൾ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.